ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാൻഡ്സ്കേപ്പിംഗ്. മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ ഇതേപോലെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം നമ്മുടെ മിറ്റിട്ടുണ്ടായിരുന്നു. അത് ലെവൽ ചെയ്ത മിറ്റം ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ മണ്ണൊന്നും ലെവൽ ചെയ്യാനില്ല. അപ്പോൾ ആ മിറ്റില് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് കോൺക്രീറ്റിനായി. അപ്പോൾ നമ്മൾ ഫ്രെയിം കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ സ്വന്തമായി ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല കിടപ്പത്തിൽ നമുക്ക് കോൺക്രീറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒരുപാട് ലാഭം നോക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സാധാരണ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് കോൺക്രീറ്റൊക്കെ ഇങ്ങനെ പുള്ളിക്കുത്തി പോലെ ഒലിച്ചു പോകും. അപ്പം നമ്മൾ അതേപോലെ ഒരിക്കലും വെറുതെ നമ്മൾ കോൺക്രീറ്റ് മാത്രമല്ല ചെയ്യുന്നത്, സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് 3 കൊട്ട മണലും 3 കൊട്ട മിറ്റിലും അരച്ചാക്ക് സിമെന്റുമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് മിക്സിങ്ങിനായിട്ട്. കോൺക്രീറ്റ് കൂട്ടിൽ ഇച്ചിരി നല്ല പണിയാണ്, പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറേശ്ശെ കൂട്ടുകയാണ്. ഒരുപാട് വലിയ കൂട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരാളെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മിറ്റിന് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സമയം കിട്ടുമ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അതേപോലെയൊക്കെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഓരോ കുളം ആയതുകൊണ്ട് തന്നെ നമ്മൾ മിറ്റിലിട്ട് ഒരിക്കലും പിന്നീട് കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഉറപ്പിക്കുന്നതിനേക്കാളും ഒക്കെ സ്ട്രോങ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഫ്രെയിം മുറ്റത്ത് തന്നെ വെച്ച് റെഡിയാക്കുന്നു. അപ്പോൾ ഒരു ഉറപ്പിന് വേണ്ടി നമ്മൾ ഓരോരുത്തരൊരു തൃപ്തിയാണല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു 4-5 കമ്പി അടിച്ച് അല്പം താഴ്ത്തി വെച്ചതിന് ശേഷം ഒരുപാട് ലൂസാക്കാതെ നല്ലൊരു മീഡിയം ടൈപ്പ് വെള്ളം വേണം. ഒരുപാട് കട്ടിയാകരുത്, ഒരുപാട് ലൂസ് ആകാത്ത രീതിയിൽ കോൺക്രീറ്റ് നന്നായി ഇളക്കി കുത്തി സൈഡ് പാക്കിങ്ങൊക്കെ ക്ലിയർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ കടിച്ചു പറിച്ച പോലെ ഇരിക്കും. ശേഷം നമ്മൾ ചെറിയൊരു മുഴക്കോലോ അല്ലെങ്കിൽ ഒരു പട്ടിക കഷ്ണം ആയാലും മതി, നമുക്ക് വർക്കിന് കൊണ്ടുപോകുന്നൊരു ചെറിയൊരു മുഴക്കോലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും നന്നായി, അപ്പോൾ ആ വെള്ളമെല്ലാം ശരിക്കും ജാമായി വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു വാർക്കയ്ക്ക് മിക്സ് ചെയ്യുന്ന അതിലും നല്ലൊരു സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കോൺക്രീറ്റ് റെഡിയായി വരും. നല്ലതുപോലെ പട്ടിക വെച്ച് തന്നെ നല്ല ലെവലായിട്ട് നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഒരുപാട് ലെവലായിട്ട് മിനുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് പ്രശ്നമാകും. അത് കരിങ്കല്ല് പോലെയൊക്കെ കൃത്യമായി ഇരിക്കാനായിട്ട് നമ്മൾ ഇച്ചിരി അല്പം ഒരു സൈഡിൽ നിന്ന് ഇട്ട് പോയി മറ്റേ സൈഡ് ഇട്ട് തീർന്നു. 4 കളം. അപ്പോൾ ഈ സൈഡ് ചെറിയൊരു ഉണക്കാകുമ്പോഴത്തേക്ക് നമ്മുടെ മഴവെള്ളമൊക്കെ ചടിയുമ്പോൾ കുത്തുകുത്തായിട്ട് പൊങ്ങിട്ട് പോകും. അത് പോകാതിരിക്കാൻ അല്പം സിമെന്റ് പൊടി നന്നായി തന്നെ തൂളിയിട്ട് കഴിഞ്ഞാൽ ആ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഈ കോൺക്രീറ്റിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നല്ല അടിപൊളിയായിട്ടിരിക്കും. ഒരുപാട് മിനുക്കരുത്, ഒരു മീഡിയം ടൈപ്പ് കുളശ്ശേരി ജസ്റ്റ് ആ സിമെന്റ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം ഒന്ന് വലിച്ചു വിട്ടാൽ ഓക്കെ. നമുക്കിതിനായിട്ട് നമ്മുടെ ട്രേഡ് 50 സെന്റിയും 65 സെന്റിയാണ് ഇതിന്റെ നീളവും വീതിയും. അപ്പോൾ അതായത് ഒരു ഏകദേശം ഒരു 4 സ്ക്വയർ ഫീറ്റ് അടുത്തൊരു 3.25 സ്ക്വയർ ഫീറ്റോളം നമുക്കിത് വരും. ഇതിന് നമുക്ക് കോൺക്രീറ്റ് വേണ്ടി വരുന്നത് ഒരു കൊട്ടയാണ്. ആ ഒരു കൊട്ടയ്ക്ക് നമ്മൾ മിക്സ് ഇട്ടിരിക്കുന്നത് 6 കൊട്ടയ്ക്ക് അരച്ചാക്ക്. അപ്പോൾ അത് അരച്ചാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊട്ടയാണ്. അപ്പം മൊത്തം ഒരു ചാക്ക് സിമെന്റിന് വരുന്നത് 350 രൂപ കൂട്ടിക്കും. 330 ഉള്ളൂ രാംകോ. അപ്പോൾ ഒരു 350 രൂപ കൂട്ടി കഴിഞ്ഞാൽ 2 കൊട്ട 350, 12 കൊട്ട 12 കൊട്ട ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? ഏകദേശം നമുക്കൊരു 30 രൂപ ഒരു കൊട്ടയ്ക്ക് കൂട്ടാം. മിറ്റിലും മണലും കൂടി കൂട്ടി കഴിഞ്ഞാൽ വരുന്നത് ഒരു ഏകദേശം ഒരു 50 രൂപ ഒരു കൊട്ടയ്ക്ക് വരും. ഒരു കൊട്ടയിൽ എന്തായാലും സിമെന്റും അത്രയും വന്ന ഒരു കൊട്ട ഫുള്ളായിട്ട് എന്തായാലും വേണ്ടി വരില്ല. നമുക്കൊരു 50ഉം 30ഉം 80 രൂപ കൂട്ടാം. അപ്പോൾ 80 രൂപ ഡിവൈഡ് ഒരു 4 സ്ക്വയർ ഫീറ്റ് ആയിട്ട് കൂട്ടി കഴിഞ്ഞാൽ എത്ര വരും? ഒരു 20 രൂപ. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 25 രൂപ കൂട്ടാൻ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് വരുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുടർന്നുള്ള എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക. ഷെയർ ചെയ്ത് ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ കടപ്പം കൂട്ടി ഇടുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ ഏകദേശം ഒരു 25 രൂപ നമുക്കൊരു സ്ക്വയർ ഫീറ്റ് മുടക്ക് വരുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇൻ്റർലോക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 65 നല്ല കട്ടയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 80-85 രൂപ നമുക്ക് എന്തായാലും സ്ക്വയർ ഫീറ്റിന് നമ്മൾ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് അല്പം വർക്ക് ഒരാളെ കൂട്ടി അല്ലെങ്കിൽ ഒരു 2 പേര് കൊടുക്കുകയും നമുക്കൊരു മിറ്റം ഫുള്ളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളൊരു കുറച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. സമയം കിട്ടുമ്പോഴാണ് ഓരോരോ വർക്കുകൾ. അപ്പോൾ ഈ ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ സിറ്റൗട്ടിൻ്റെ ഭാഗം കുറച്ച് ഭാഗം ഫുള്ളായിട്ട് ചെയ്ത് ബാക്കി സൈഡ് വണ്ടി കയറാനുള്ള പാസേജ് പോലെയാണ് നമ്മൾ വണ്ടി കയറാനുള്ള വീൽപ്പാടിൽ
ആണ് റെഡിയാക്കി എടുക്കുന്നത്. ഒരുപാടൊന്നും നമുക്ക് ഏകദേശം മുടക്ക് വരത്തില്ല. സ്ക്വയർ ഫീറ്റ് 25 രൂപ മാത്രമാണ് മുടക്ക് വരിക. 2 പേര് നിന്ന് ഇതേപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം ഒരു 400 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു വീടിൻ്റെ മുറ്റം അടിപൊളിയാക്കി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തെടുക്കാൻ സാധിക്കും. തുടർന്ന് അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ മിറ്റിലാണ് ഇടുന്നത്, വലിയ ഗ്യാപ്പ് വരുന്ന ഭാഗം. അപ്പോൾ അത് വീൽപ്പാട് തന്നെയാണ് നമ്മൾ അത്രയും ഭാഗം ഇട്ടിരിക്കുന്നത്. അത് ബാക്കിയുള്ള ഭാഗം മിറ്റിലും, ബാക്കി ഈ ചെറിയ ഗ്യാപ്പ് കാണുന്ന അവിടെ കോൺക്രീറ്റും അല്പം താത്തി വെച്ച് നമ്മൾ ഗ്രാസ് പിടിപ്പിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ നമുക്ക് ഫുൾ വർക്ക് തീർന്നതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതേപോലെ ആണ് ചെയ്യുന്നത്. ഓരോ ഗ്യാപ്പ് കിട്ടുന്ന 1 മണിക്കൂർ അങ്ങനെ ഓരോ മണിക്കൂർ രാത്രിയും കുറച്ച് സമയം കൊണ്ട് ചെയ്തു. അപ്പോൾ പകലും അതേപോലെ വർക്ക് ചെയ്തതിന് ശേഷം വന്നതിന് ശേഷമുള്ള വർക്കാണിത്. അപ്പോൾ കുറേശ്ശെയാണ് ചെയ്യുന്നത്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു. പക്ഷേ എങ്കിലും നമ്മൾ പടുത കിട്ടി. കുറച്ച് മഴ പെയ്തെങ്കിലും അതിന് ശേഷം സിമെൻറ്റ് പൊടിയൊക്കെ തൂളി നല്ല തിക്കായിട്ട് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നല്ല ഒറിജിനൽ കല്ല് പോലെ നല്ല ഗ്രിപ്പും ഉണ്ട്. അതേപോലെയാണ് നമ്മളിനി ഗ്രാസും പിടിപ്പിച്ച് മിറ്റിലൊക്കെ ഇടേണ്ട സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ മഴ കുത്തിച്ചാടി കഴിഞ്ഞാലും സ്റ്റാൻഡ് മുകളിൽ ഇടുന്നത് കൊണ്ട് തന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ തീർന്നു കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.